So here there is a question from State Syllabus 2021 March. The question is that first one. One second. Elasticity is an internal property of matter. എഴുതൊന്നും വേണ്ട. ചോദ്യം വരുമ്പം പറയാം. Elasticity ഒരു internal property നമുക്കറിയാലോ അല്ലേ? ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഫ്ലൂയിഡിന് ഏത് ഇലാസ്റ്റിറ്റിയാ ഉള്ളത്? അത് ആദ്യത്തെ ചോദ്യം. ഏത് ഇലാസ്റ്റിസിറ്റിയാ ഉള്ളത്? യങ്സ് മോഡുലസ് ആണോ, ബൾക്ക് മോഡുലസ് ആണോ, ഷിയർ മോഡുലസ് ആണോ? ബൾക്ക് മോഡുലസ്. Or it has volume elasticity. Okay. വോളിയം ഇലാസ്റ്റിസിറ്റി ആണ് ഒരു ഫ്ലൂയിഡിനുള്ളത്. ഇനി ചോദ്യം ഇതാണ്, വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്? നല്ല ചോദ്യം. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, എയർ ഓർ വാട്ടർ? വൈ? ചോദ്യം ഇതാണ്. ഇലാസ്റ്റിറ്റി എന്നാ തന്നിരിക്കുന്നു? ഫ്ലൂയിഡിന് വോളിയം ഇലാസ്റ്റിറ്റി ആണുള്ളത്. അങ്ങനെയെങ്കിൽ എയർ ആണോ വാട്ടർ ആണോ മോർ ഇലാസ്റ്റിക്? എയർ ആണ് മോർ ഇലാസ്റ്റിക്. കാരണം the answer is wrong. Water is more elastic. Answer, water is more elastic. Okay. ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ അറിയുമ്പോൾ ഒത്തിരി ഐഡിയാസും പഠിക്കാം. Because of that, the bulk modulus of water, അങ്ങനെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കും. ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ബൾക്ക് മോഡുലസ്. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഏറ്റവും കൂടുതൽ വ്യത്യാസപ്പെടുന്നത് ബൾക്ക് മോഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസ്റ്റന്റ് ഓഫ് ഇലാസ്റ്റിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അപ്പൊ ചേഞ്ച് ഇൻ വോളിയം കൂടുതൽ പോസിബിൾ ആകുന്നത് ആർക്കാണ്? വാട്ടർ അല്ലെ? വാട്ടർ ഇപ്പൊ നമ്മളൊരു കുറച്ച് വെള്ളം എടുത്ത് വെച്ച് അത് തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് നീരാവി അതിന്റെ വോളിയം എത്ര വേണേലും കൂടാം. ഇപ്പൊ ഈ ഒരു ടാങ്കി നമ്മൾ സെയിം അളവ് ഗ്യാസ് എടുത്ത് എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചാൽ അത്രയൊക്കെ അത് കൂടുള്ളൂ അല്ലെ? ഗ്യാസ് ആണത്. അതിന് കൈനറ്റിക് എനർജി കിട്ടി അങ്ങനെ കൂടും. ഇവിടെ മാത്രം അത് ഒതുങ്ങിയല്ല. ഇപ്പൊ ഇത്രയുള്ള പാത്രമാണെങ്കിൽ ആ ഗ്യാസ് യൂണിഫോം ആയിട്ട് ഇതിനകത്ത് കിടക്കും അല്ലെ എല്ലായിടത്തും. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. പക്ഷെ വാട്ടർ ചൂടാക്കി കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം വളരെ കൂടുതലായിരിക്കും. സോ ബൾക്ക് മോഡുലസ് വാട്ടറിന്റെ ആയിരിക്കും കൂടുതൽ. സോ വാട്ടർ ഈസ് മോർ ഇലാസ്റ്റിക്. Question number 2 is that hydraulic lift. Hydraulic lift. What is the principle of hydraulic lift? ഏതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രിൻസിപ്പിൾ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആൻസർ, പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ എന്നാണ്? എല്ലായിടത്തും പ്രഷർ ഈക്വൽ ആയിരിക്കും. എല്ലായിടത്തും ഇച്ചിരി ഉറക്കെ പറയാമോ? പ്രഷർ ഈക്വൽ ആയിരിക്കും. എല്ലായിടത്തും പ്രഷർ ഈക്വൽ അല്ല, ഒരേ ഹൈറ്റിൽ അല്ലേ? നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. വലിയൊരു ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാറ് വെച്ച് കഴിഞ്ഞാൽ ആ കാറ് മുകളിലേക്ക് പോക്കാം അല്ലേ? അപ്പം ഇവിടെ ഇപ്പൊ P1 A1 ഈക്വൽ ടു P2 A2 അല്ലെങ്കിൽ F1 A1 ഈക്വൽ ടു F2 A2. അപ്പം F1 A1 ഈക്വൽ ടു F2 A2 ആണെങ്കിൽ F2 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അല്ല, F2 എന്നാണോ? F1 A1 by F1 A1 by A2.
ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, പി പ്രഷർ ഈക്വൽ ടു എഫ് ബൈ എ എന്ന് എഴുതാമല്ലോ. ഇവിടുത്തെ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. നിങ്ങൾക്ക് അറിയാവുന്ന പ്രഷർ കോൺസ്റ്റന്റ് ആണെന്നല്ലേ നിങ്ങൾ പറയണേ. ഇക്വേഷൻ ആയിരിക്കും നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഏതാ ജെയ്സ് പറഞ്ഞ്? പ്രഷർ കോൺസ്റ്റന്റ്. അപ്പൊ ഇപ്പോൾ ഞാൻ പറയാണ് ഇവിടുത്തെ പ്രഷർ P1 എന്നും അല്ലെങ്കിൽ പി എന്നെടുത്ത് ഇവിടുത്തെ പ്രഷറിനെ P2 എന്നെടുത്ത്. അപ്പം ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ബൈ എ അല്ലേ? പി ഈക്വൽ ടു എഫ് ബൈ എ. then എഫ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? പി ഈക്വൽ ടു ആ പ്രഷർ ഇൻറ്റു ഏരിയ, പി ബൈ എ ഇൻറ്റു ക്യാപിറ്റൽ എ. ഇവിടുത്തെ ഏരിയ ക്യാപിറ്റൽ എ, ഇവിടുത്തെ ഏരിയ സ്മോൾ എ ആണെങ്കിൽ ഇവിടുത്തെ ഏരിയ വളരെ വലുതല്ലേ? അപ്പൊ വളരെ വലിയ ഒരു ഏരിയ കൊണ്ട് ഈ ക്വാണ്ടിറ്റീനെ ഗുണിച്ചു കഴിയുമ്പോൾ ഇവിടുത്തെ ഫോഴ്സ് വളരെ വലുതായിക്കോളിയല്ലേ? കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇവിടുത്തെ F1, ഇവിടുത്തെ എ, ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ P2, ഇവിടുത്തെ ക്യാപിറ്റൽ. അപ്പം P1 ഈക്വൽ ടു F1 ബൈ എ. കൃത്യമല്ലേ? ആ പ്രഷർ തന്നെ ആയിരിക്കും ഇവിടെയും സെയിം ഹൈറ്റിൽ എന്നാണ് പാസ്കൽസ് ലോ പറയുന്നത്. സെയിം ഹൈറ്റിലെ പ്രഷർ അത് തന്നെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് നമുക്ക് എന്നാന്ന് എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. P2 ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. F2 ഈക്വൽ ടു P2 ഇൻറ്റു എ. നമ്മൾ പറയാണ് P2 ഈക്വൽ ടു P1 ആണ്. അപ്പൊ F2 നെ എങ്ങനെ എഴുതാം? F2 ഈക്വൽ ടു P1 ഇൻറ്റു എ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു F1 ബൈ എ ഇൻറ്റു ക്യാപിറ്റൽ എ. അപ്പൊ നോക്കി, ഇവിടുത്തെ എഫ് അല്ലെങ്കിൽ ഇവിടുത്തെ P1 ഇൻറ്റു കുഞ്ഞ് ചെറിയ ഏരിയ ഉള്ളൂ. ഇത് മണ്ണിനടിയിലാണ് ഇത് ഉണ്ടാക്കണം, മനസ്സിലാകുന്നുണ്ടോ? 2 ടാങ്ക്. അപ്പൊ ഇവിടെ നമ്മൾ ചെറിയൊരു സിസ്റ്റം കൊണ്ട് ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ ഈ വലിയ ഏരിയയുടെ വീതി കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇപ്പറ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ലാർജ് ഫോഴ്സ് മുകളിലേക്ക് കിട്ടണേ. മനസ്സിലായോ? F2 ഇങ്ങോട്ട് കിട്ടും. സോ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ദ ബേസ്ഡ് അപ്പോൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പാസ്കൽസ് ലോ. ഈ വശത്ത് നമുക്ക് പ്രഷർ ഈസ് ഈക്വൽ ടു എഫ് ബൈ എ എന്ന് എടുക്കാം. അവിടെ ചെറിയ ഇവിടെ എന്നിട്ട് ഫോഴ്സ് എടുക്കുമ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ. അവിടെ പാസ്കൽസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. ബൈ പാസ്കൽസ് ലോ 2 പ്രഷറും സെയിം ആണ്. അതുകൊണ്ട് F2 എന്ന് പറയുന്നത് P1 ഇൻറ്റു എ ആണ്. എ ഈസ് വെരി 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 ലാർജ് കമ്പയർഡ് ടു സ്മോൾ എ. സോ F2 ഈസ് വെരി 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 ലാർജ് കമ്പയർഡ് ടു എഫ്. അതുകൊണ്ട് എത്ര മാസമുള്ള കാറോ വണ്ടിയോ എന്നാ വേണമെങ്കിലും ഇവിടെയാണേലും നമുക്കത് ബുക്ക് ചെയ്ച്ച് നമുക്ക് കാറൊക്കെ വാഷ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിച്ച് വണ്ടി ഉയർത്തി വെച്ച് അതിന്റെ വടി വാഷ് ചെയ്യുന്നില്ലേ, സർവീസ് ചെയ്യുന്നില്ലേ? ശരിക്കും ഇങ്ങനെ ചെയ്യണം കേട്ടോ. അറിയാമായിരുന്നോ? ഇത് 2 മണ്ണിനടിയിൽ 2 വലിയ ടാങ്കുകളാണ്. ചെറിയ ടാങ്കിലെ പിസ്റ്റൺ താത്തുമ്പോൾ വലിയ ടാങ്കിലെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ വലിയ അപ്വേർഡ് ഫോഴ്സ് കിട്ടും. ദാറ്റ് ഈസ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആൻഡ് പാസ്കൽസ് ലോ. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നാണ്? പാസ്കൽസ് ലോ എന്നാണ്? പാസ്കൽസ് ലോയുടെ ഡെറിവേഷൻ. ഇവിടെ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. മനസ്സിലായോ? പറയുമ്പോൾ ഡെഫിനിഷൻ പറയുമ്പോൾ അത് അങ്ങനെ തന്നെയുണ്ട്. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ദ പ്രഷർ ഈസ് സെയിം അറ്റ് സെയിം ഹൈറ്റ് എന്നോ എന്നെ വേണമെങ്കിലും പറയാം. ദ പ്രഷർ ഇൻ ഫ്ലൂയിഡ് ഈസ് ഇൻ ഇക്വിലിബ്രിയം ഈസ് ദ സെയിം എവരിവെയർ ഇഫ് ദ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഈസ് നെഗ്ലക്റ്റഡ്. ഒരു ക്ലോസ്ഡ് സിസ്റ്റവും ആയിരിക്കണം, ഗ്രാവിറ്റി നെഗ്ലക്റ്റഡും ആയിരിക്കും. ക്ലിയർ? എനി ഡൗട്ട്സ്? ഇല്ലല്ലോ? ഉറങ്ങിപ്പോയത്. അപ്പൊ ഇത് എഴുതണം. ഇവിടുത്തെ പ്രഷർ എഫ് ബൈ എ, ഇവിടുത്തെ പ്രഷർ ക്യാപിറ്റൽ എഫ് ബൈ എ. എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നേരെ എഫ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കൊടുത്താണ്. ഇവിടുത്തെ പ്രഷർ ഇവിടുത്തെ പ്രഷറും തുല്യാന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എഴുതിയാണ് ഏറ്റവും സിമ്പിൾ ഡെറിവേഷൻ. ഇതാണോ നിങ്ങളെ പഠിപ്പിച്ചത്? ഇതായിരിക്കും. വെരി വെരി സിമ്പിൾ. ഒന്നും മനസ്സിലാകാനില്ല. പാസ്കൽസ് അനുസരിച്ച് P2 P1 എന്ന് കൊടുത്താൽ P2 പകരം ഈ P1 അങ്ങ് കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. കണ്ടോ? P1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അതിനൊരു ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 1. നോട്ട് ചെയ്തു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വായിക്കുക, ബോർഡ് നിറഞ്ഞു പോയി.
Question number 3. The velocity of outflow of a liquid from an open tank. ഒരു ടാങ്ക് അത് ഓപ്പൺ ആണ്. അപ്പൊ ടാങ്കിന്റെ ഓവർഫ്ലോ വെക്കുക എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ടാങ്ക് എന്ന് പറയുമ്പോൾ വെള്ളം പുറത്തോട്ട് വേണം, ഇവിടെയല്ലേ നമ്മൾ ട്യൂബ് വെക്കണേ. അതൊക്കെ അറിയണം അല്ലേ? നമ്മൾ ടാങ്ക് നിറഞ്ഞെന്ന് അറിയണത് ഒരു കുഴല് പുറത്തേക്ക് വെച്ചേക്കുമല്ലേ വീട്ടില്. ഇത് നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് വീഴുമ്പോഴാണ് നമ്മൾ പറയണത് മോട്ടർ നിറഞ്ഞു എന്ന് പറയണം അല്ലേ? അപ്പൊ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോകും. The velocity of outflow of liquid from an open tank is identical to that of a freely falling body. ഇതിനകത്തോടെ വന്ന ഓവർഫ്ലോയിൽ ഇങ്ങ് വരുന്ന വാട്ടറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോളിൽ വീഴുന്ന വെലോസിറ്റിക്ക് തുല്യമായിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ, നെയിം ദിസ് ലോ ആൻഡ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്. രണ്ട് ചോദ്യമുണ്ട്. നെയിം ദിസ് ലോ. ഏതാ ലോ? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? പറഞ്ഞു. ആൻസർ ഈസ് റൈറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലേ. ടോറിസെല്ലി തിയറം അല്ലെങ്കിൽ ടോറിസെല്ലി പ്രിൻസിപ്പിൾ. ടോറിസെല്ലിസ് എക്സ്പെരിമെന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ടോറിസെല്ലിസ് തിയറം പ്രിൻസിപ്പിൾ എന്നാണ്? ടോറിസെല്ലിയുടെ പ്രിൻസിപ്പിൾ എന്നാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല, ബെർണോളിസ് തിയറം, ബെർണോളിസ് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ ഏതാന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പിൾ എഴുതണം കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ കാരണം. മനസ്സിലായോ തെറ്റിപ്പോണത്? ഇതുവരെയും താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത് 0.2 മാർക്ക്. ഫ്രീ ഫോൾ വെലോസിറ്റി ആയിട്ട് താഴെ വീഴുന്നു. അങ്ങനെയെങ്കിൽ അത് ഏത് തിയറമാണ്? നല്ല ചോദ്യം കണ്ടോ. ഒരു എക്സാമ്പിൾ തന്നേക്കുക. വാട്ടർ ടാങ്ക് നിറഞ്ഞ് വെള്ളം വീഴുമ്പോൾ ഗ്രാവിറ്റിയെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്തില്ലേ അങ്ങ് പോണേ. ഓവർഫ്ലോ എന്ന് പറയുമ്പോൾ കൃത്യം നിറഞ്ഞിട്ട് പിന്നെ അടിയിൽ നിന്ന് വേറെ തവലൊന്നും ഇല്ല, പതുക്കെ വീഴും. എന്തോ ഗ്രാവിറ്റി അല്ലേ സംഭവം ഇതെല്ലാം നടത്തുന്നേ? ഗ്രാവിറ്റി ഉണ്ടല്ലോ, അതിനല്ലേ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞത്. വാട്ട് ഈസ് ഫ്രീ ഫോൾ? അതാണ് ഫ്രീ ഫോൾ. ദ falling only by the influence of gravity. അപ്പൊ ഗ്രാവിറ്റി മാത്രല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ അത് ഫ്രീ ഫോൾ എന്ന് പറയാം. by only the influence of G. ആ തിയറത്തിന്റെ പേരാണ് അല്ലെ ആ ലോയാണ് ടോറിസെല്ലി ലോ എന്ന് നമ്മൾ പറയണം. അപ്പൊ ഇങ്ങനെ ടാങ്കിൽ നിന്ന് വെള്ളം വീഴുന്നു, അതായത് കുപ്പിയുടെ മുകളിൽ ഒരു തുളയിട്ടു, വെള്ളം ആ തുളയിലൂടെ പതുക്കെ പതുക്കെ താഴത്തേക്ക് വീഴുന്നു. അത് ഏത് ലോയാന്ന് ചോദിച്ചാൽ ടോറിസെല്ലി. അതിന്റെ പ്രിൻസിപ്പിൾ ഏതാണ്? ബെർണോളിസ് തിയറം. ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വൺ. എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വൺ. ഡിറൈവ് ടോറിസെല്ലിസ് ലോ or find out the velocity of this liquid. Find out the velocity of the freely falling liquid. കണ്ടുപിടിക്കാവോ? ഇതിന്റെ അല്ലേ ചോദിച്ചത്? അടുത്ത ചോദ്യ ടോറിസെല്ലി പ്രിൻസിപ്പിളില്ലേ, ടോറിസെല്ലി തിയറം പഠിപ്പിച്ചപ്പോ ഒരു വെലോസിറ്റിയുടെ ഇക്വേഷൻ പഠിപ്പിച്ച V = √2gh എന്ന്. നോക്കിക്കേ,
ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഇതിന്റെ വെലോസിറ്റി മാത്രം പറഞ്ഞു നിർത്താം. ദ വെലോസിറ്റി ഓഫ് ദിസ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ഫ്രം, ഇതിന്റെ പ്രിൻസിപ്പിൾ ചോദിക്കാലോ, ബെർണോളിസ് തിയറം, പേരും ചോദിക്കാലോ. ടോർസലിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ടോർസലിസ് എക്സ്പെരിമെന്റ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണോ ഇത്? അതൊരു കുഴലിനകത്തോടെ ഒരു സൈക്കിൾ ബോൾ പോലത്തെ ഒരു സാധനം താഴത്തോട്ട് വീഴുന്നതല്ലേ? ആ പുള്ളി അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ എന്തോ എക്സ്പെരിമെന്റ് അല്ലേ ചെയ്തേ? ആ പുള്ളി അവസാനം നമ്മൾ എന്നാ പറയണേ, ഒരു സ്പിയർ R റേഡിയസ് റോ ഡെൻസിറ്റി ഉള്ള, ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരെണ്ണം എഴുതി തന്ന, രണ്ടിന്റെ വോളിയം കണ്ടുപിടിച്ചേച്ച് ഈറ്റ ഈക്വൽ ടു 9 2/9 സംതിങ് ലൈക്ക് R² ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു G/V എന്നങ്ങാണ്ട് കണ്ടുപിടിച്ചായിരുന്നോ? കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. റെയ്നോൾഡ്സ് നമ്പർ അതാണ് സംഭവം അല്ലല്ലോ. എടാ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, താഴത്തേക്ക് ബോളിന്റെ വെയിറ്റ് ഉണ്ട്, പിന്നെ മുകളിലേക്ക് വിസ്കസ് ഫോഴ്സും ഉണ്ട്, അല്ലെ വിസ്കോസിറ്റിയുടെ 6π∗AV സ്റ്റോക്സ് ഇതുകൊണ്ട്, പിന്നെ അപ്ത്രസ്റ്റും ഉണ്ട്. അത് രണ്ടും ഒരു വശത്ത് കൂട്ടി ഒരെണ്ണം മറ്റേ വശത്ത് കൂട്ടി വെച്ച് ചെയ്യാൻ ടോറിസെല്ലിസ് തിയറം അറിയാവോ? എന്നാ അവിടെ അതങ്ങ് പഠിപ്പിച്ചേക്കാം. അപ്പൊ എന്നാ ഈ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gh എന്നുള്ള ഡെറിവേഷൻ ആദ്യം പഠിപ്പിക്കാം. മുഴുവൻ വായിച്ചോട്ടെ. നോക്കിയിരുന്നോ? അടുത്ത പരീക്ഷയ്ക്കാണെങ്കിൽ ഇതില്ലാതെ പോകാൻ പറ്റിയല്ലോ. അപ്പൊ ഞാനൊരു ടാങ്ക് എടുത്തു. ആ ടാങ്കില് ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഹോള് കൊടുത്തു. ആ ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുക. ഇവിടെ ഈ പൊക്കം വരെയും വാട്ടർ ഉണ്ട്. ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഹൈ ഡിഫറൻസ് h അല്ലേ? ഈ ഓപ്പണിംഗ് മുതൽ വാട്ടറിന്റെ മോള് വരെയുള്ള ഹൈറ്റ് എത്രയാ? ഏറ്റവും മുകളിലത്തെ ഹൈറ്റ് ഞാൻ A എടുത്ത് ഈ താഴത്തേക്ക് പോകുന്ന പോയിന്റിനെ B എടുത്തു. ഇനി അറ്റ് പോയിന്റ് Aയിലെ പ്രഷറിനെ ഞാൻ P1 ഇട്ടു. അതിനെ ഞാൻ P എന്നെടുത്തു. അവിടുത്തെ വോളിയം, അവിടെ എത്ര വോളിയാ പുറത്തേക്ക് പോകുന്നത്? 0 അല്ലേ? വോളിയം വേണം, വെലോസിറ്റി എടുത്താൽ വോളിയം എടുക്കണ്ടായി. അവിടുത്തെ വെലോസിറ്റി എടുത്താൽ മതി, പ്രഷർ വെലോസിറ്റി. അവിടെ ഇവിടുത്തെ വെലോസിറ്റി എത്രയാ പുറത്തേക്ക് പോകുന്നതിന്റെ? V വെലോസിറ്റി എന്ന് എഴുതിയാട്ടെ, ഇല്ലേ വോളിയം എന്ന് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ നിങ്ങളും തെറ്റിയായിരിക്കും. V എത്രയായി? 0. അവിടുത്തെ ഹൈറ്റ് എത്രയാ? h1 എടുത്ത h ആണല്ലേ? അപ്പൊ ഇവിടുത്തെ കാര്യമെല്ലാം നമുക്കൊന്ന് പിറക്കി എഴുതാം. അവിടുത്തെ പ്രഷർ P1 ഞാൻ P എന്ന് എഴുതിക്കൊണ്ട് P, വെലോസിറ്റി V1, ഹൈറ്റ് h. ഇനി അതുപോലെ ഈ B എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ എങ്ങനെയാവും? പ്രഷർ എത്രയാണ്? P തന്നെ. ഇവിടവും അറ്റ്മോസ്ഫിയറിലേക്ക് ഓൺ ആണിത്. അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് P എന്ന് എഴുതിയത്. അപ്പൊ Pയുടെ അവിടെ എന്നാന്ന് എഴുതണം? ATM പ്രഷർ. നല്ല രസമാണ് ഇത്, കണ്ടോ? ആരും ഡിറൈവ് ചെയ്യൂല, ഞാൻ തന്നെ മറന്നു പോകുന്നു. P2 P എന്ന് എടുക്കാം, വെലോസിറ്റി അവിടെ ഉണ്ടല്ലേ, അതിനെ V എന്ന് എടുക്കാം, പുറത്തേക്ക് പോവുക. ഹൈറ്റ് എത്രയാണ്? 0 ആണ്. എന്നാ ബെർണോളിസ് തിയറം പറഞ്ഞേ. ബെസ്റ്റ്. ഹാഫ് റോ V സ്ക്വയർ പ്ലസ് ρgh പ്ലസ് പ്രഷർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. നല്ല രസമാണ് ചെയ്യാൻ. നോക്ക്, നീ ഫസ്റ്റ് എൻഡും രണ്ട് എൻഡും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പം ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് ρgh1 പ്ലസ് P1 ഈക്വൽ ടു, രണ്ടാമത്തെ B എന്ന് പറഞ്ഞ എൻ്റെ എടുക്കാം, ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് ρgh2 പ്ലസ്
P2. ശരിയല്ലേ? ശരിയല്ലേ? നമുക്ക് ഇതിനകത്ത് അറിയാവുന്ന V1 ഉം V2 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 എത്രയാ? V1 എത്രയാ? 0. 0 പ്ലസ് rho g H1. GH1. അതെ, rho g H1 അവിടെ നിൽക്കട്ടെ. അത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി പോയി. എന്നാൽ റോ കൊണ്ട് എല്ലാ ടൈമിനും ഒന്ന് ഡിവൈഡ് ചെയ്യാം. അതങ്ങ് പോകും. കോമൺ ആയിട്ട് എടുക്കാൻ. ഹാഫ് V1 സ്ക്വയർ പ്ലസ് GH1 പ്ലസ് P1 ബൈ റോ ഈക്വൽ ടു ഹാഫ് V2 സ്ക്വയർ പ്ലസ് GH2 പ്ലസ് P2 ബൈ റോ. ശരിയല്ലേ? ശരിയാണോ? നോക്കി പറ. ശരിയാണ്. എവിടെയെങ്കിലും തെറ്റിയാ കിട്ടില്ല ഉത്തരം. അവസാനം റൂട്ട് ഓഫ് 2GH കിട്ടണില്ല V എന്നുള്ളത്. ഇവിടുത്തെ വെലോസിറ്റി എത്രയാ? 0 അല്ലേ? V1 പ്ലസ് GH മുകളിലത്തെ പ്രഷർ P തന്നെ അല്ലേ? പ്ലസ് P ബൈ റോ ഈക്വൽ ടു ഹാഫ് V സ്ക്വയർ പ്ലസ് H0 ആയി 0 പ്ലസ് P ബൈ റോ. ക്യാൻസൽ ആവും. P ബൈ റോ രണ്ട് വശത്തുനിന്നും ക്യാൻസൽ ആക്കാം. GH is equal to V square by 2. V square equal to 2GH. Wow. V equal to root of 2GH. കണ്ടോ? ഹൈറ്റിനെയും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഒരു ഫ്രീ ഫോൾ പോലെ ഇങ്ങനെ ഒരു വെള്ളം വീണ് കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2 ടൈംസ് ഓഫ് 2 ഇൻറ്റു G ഇൻറ്റു H. H is the height. ഇങ്ങനെ പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. മോള് മുതൽ അതിന്റെ ഓപ്പണിംഗ് വരെയുള്ള ഡിസ്റ്റൻസ് ഹൈറ്റ് തന്നേച്ച് ഹൈറ്റ് മാത്രം തന്നാൽ മതി. അപ്പൊ ഹൈറ്റ് 10 മീറ്റർ ആണ്. ഇതിന്റെ ഉത്തരം എത്രയായി? V ഈക്വൽ ടു √2 ഇൻറ്റു G അപ്രോക്സിമേറ്റ്ലി 10 എടുത്താൽ 10 ഇൻറ്റു 10. ഹൈറ്റ് 10 100 2 200 √200 എത്രയാ? എത്രയാണോ അതായിരിക്കും അതിന്റെ വെലോസിറ്റി. ഇതാണ് ടോറിസലി തിയർ അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. ഇവിടെ ഞാൻ ബെർണോളിസ് തിയറം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? രണ്ട് സ്ഥലം എടുക്കുമ്പോ എന്ത് ചെയ്യണം? ഫസ്റ്റ് എൻഡിലെയും സെക്കൻഡ് എൻഡിലെയും തമ്മിൽ ഇത് കോൺസ്റ്റന്റ് ആണ്, ഇക്വേറ്റ് ചെയ്യണം. കണ്ടോ പ്രോബ്ലത്തിലേക്ക് വരുമ്പോ? എന്നിട്ട് നമ്മൾ എന്നാ ചെയ്തു? ഡിവൈഡഡ് ബൈ റോ ചെയ്യണം, എളുപ്പം ആകാൻ വേണ്ടി. അപ്പം ഈ റോ എല്ലാ 4 ടൈം റോ ഉണ്ട്. അപ്പൊ 4 വെട്ടിപ്പോകും. പിന്നെ ഈ 2 എണ്ണത്തിലെ മിച്ചം വരും. പിന്നെ ഇവിടുത്തെ ഓർക്കുക, ഇവിടുത്തെ PV1H താഴത്തെ എങ്ങനെയായിരിക്കും? P തന്നെയായിരിക്കും പ്രഷർ. വെലോസിറ്റി V ഉണ്ട്, H 0 ആണ്. ഇവിടെ V1 വെലോസിറ്റി 0 ആണ്, H തന്നെയാണ്. P1 P തന്നെയാണ്. ഇവിടെ P2 എന്ന് എഴുതിയാൽ P2 P തന്നെയാണ്. വെലോസിറ്റി V തന്നെയാണ്, H 0 ആണ്. ഉണ്ടോ? ഈ രണ്ട് വ്യത്യാസമുള്ളൂ. ഒരെണ്ണം എല്ലാം കൂടെ ഈ വശത്ത് കൊടുക്കുക, ഒരെണ്ണം എല്ലാം അപ്പുറ സ്ഥലത്ത് കൊടുക്കുക, ഇക്വേറ്റ് ചെയ്യുക. V equal to √2GH. Question number 5. Very beautiful and interesting question. Hot soup is tastier than cold one. Why? Hot soup is tastier than cold one. Why? Para? Molecules കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരിക്കും. ടെമ്പറേച്ചർ കൂടും. ഹോട്ട് സൂപ്പിന് സർഫസ് ടെൻഷൻ കുറവാണ് ദാൻ കോൾഡ് സൂപ്പ്. കണ്ടോ? ആ ഉത്തരം നിങ്ങൾക്ക് വേണ്ട. സർഫസ് ടെൻഷൻ അത് പഠിക്കാനുള്ളതല്ലേ? ഉള്ളതല്ലേ? ഇല്ലേ? എന്നുള്ളത് പറഞ്ഞു പോയി. ഇനിയിപ്പോ ചോദ്യം പോട്ടെ. സർഫസ് ടെൻഷൻ ഹോട്ട് സൂപ്പിന് കോൾഡറിനേക്കാൾ കൂടുതലാണോ കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്? സർഫസ് ടെൻഷൻ കുറവാണെങ്കിൽ എന്നാ പറ്റും?
അത് ടങ്കിന്റെ എല്ലാ ഭാഗത്തും പറ്റും അല്ലേ? യൂണിഫോമിലി അങ്ങ് എല്ലാ ഭാഗത്തും പറ്റുന്നതുകൊണ്ടാണ് നമുക്കിത് കൂടുതൽ ടേസ്റ്റിയർ ആകാൻ കാരണം. സ്റ്റേറ്റ് പരീക്ഷയ്ക്ക് 2012 സേക്ക് ചോദിച്ച ചോദ്യമായി. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ, 1 മാർക്കിന്റെ ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് പ്യുവർ വാട്ടർ? പ്യുവർ വാട്ടറിന്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എത്രയാണ്? 0. ഓക്കെ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്നാ പഠിച്ചില്ല, ഇങ്ങനെ പഠിപ്പിച്ചോളൂ. ഓക്കെ, എത്രമാത്രം വെറ്റ്നെസ്, നനയ്ക്ക്. ഇപ്പൊ വെള്ളം ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇട്ടാൽ ഇങ്ങനെയാ കിടക്കണം അല്ലേ? മെർക്കുറി ഇട്ട് അതിൽ ഇങ്ങനെ നിൽക്കും. ബെർണോൾസ് ചെയ്തതിന് ശേഷമായിരിക്കും അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വന്നത്. അതുകൊണ്ടായിരിക്കും ആംഗിൾ പഠിക്കാറ്. പ്യുവർ വാട്ടറിന്റെ ഒന്ന് ഓർത്തിരുന്നേക്കണം, വാല്യൂ 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെയ്നോൾഡ്സ് നമ്പർ? എന്നാണ് റെയ്നോൾഡ്സ് നമ്പർ? എന്റെ ദൈവമേ, നമ്മൾ ഓർക്കുന്നില്ലേ, ഒരു ഫ്ലോ ഈ യൂണിറ്റിന്റെ ആദ്യം ഉണ്ടായിരുന്നു, ഒരു ഫ്ലോ സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്ന് നിശ്ചയിക്കുന്നത് ഈ വാല്യൂ ആണ്. ഏത് വാല്യൂ? റെയ്നോൾഡ്സ് നമ്പർ. അതായത് 2000 എങ്ങാണ്ടാണോ? 3000 അല്ലേ? 2000 അല്ലേ? 2000 എന്നാൽ 3 ആയിരിക്കും. സോറി, ഞാൻ കൃത്യമായി എടുക്കുന്നത്. അതിൽ താഴെയാണെങ്കിൽ അത് സ്ട്രീം ലൈൻ ആയിരിക്കും, അതിൽ കൂടുതലാണെങ്കിൽ അത് ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി പറ പറ പറ. അല്ല, A1 V1 ഈക്വൽ ടു A2 V2. നമ്മൾ ഇങ്ങനെ ഒരു പൈപ്പ് വരച്ചാല് ഒന്നാമത്തെ പൈപ്പിന്റെ ഏരിയ A1, ഏരിയ കുറയാകുമ്പോൾ വെലോസിറ്റി കൂടി, മനസ്സിലായോ? എങ്ങനെയാണല്ലോ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ ഏരിയ കൂടി, അപ്പൊ വെലോസിറ്റി എങ്ങനെയാവും? കുറയും. അപ്പൊ ചോദിക്കാം, ഒരു പൈപ്പിലൂടെ കടത്തി വിട്ടപ്പോൾ അങ്ങേ അറ്റത്ത് നിന്നപ്പോൾ വെലോസിറ്റി കൂടി അല്ലെ കുറഞ്ഞു? അല്ലെ നമ്മൾ പൈപ്പ് കുറച്ച് ഞെക്കി പിടിച്ചപ്പോഴത്തേന് വെലോസിറ്റി കൂടി. ഇതിന്റെ കാരണം തന്നെയാണ് ഡ്യൂ ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി. A1 V1 ഈക്വൽ ടു A2 V2. ക്ലിയർ ആവുന്നുണ്ടോ? അത്രയും നോട്ട് ചെയ്തോ. ഇനിയിപ്പം ക്വസ്റ്റ്യൻ നമ്പർ 9. ഒരു ഇതിന്റെ പാസ്കൽസിലൂടെ പടം തന്നിരിക്കുവാണേ. ഇങ്ങോട്ട് കൊടുക്കുന്നു, ഇവിടുന്ന് കാർ ഉയർന്നു പോകുന്നു. പടം MCQയിലാണെങ്കിലും തന്നോളൂ, നോ പ്രോബ്ലം. ഇങ്ങോട്ടുള്ള F2, ഇങ്ങോട്ടുള്ളത് F1. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഡിവൈസ്. എന്താണ് ഇതിന്റെ പേര്? ഹൈഡ്രോളിക് ലിഫ്റ്റ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? ക്വസ്റ്റ്യൻ, അടുത്താണ് ചോദ്യം. ഇവിടുത്തെ കാറിന് 3000 കിലോഗ്രാം ഉണ്ട്. And the area of the piston carrying area 425 centimeter square. In a situation shown as in figure, mass of the car. അപ്പൊ ഇവിടുത്തെ മാസും ഇവിടുത്തെ ഏരിയയും തന്നു, കണ്ടോ? അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പ്രഷർ ടു ബി അപ്ലൈഡ് ടു ദ സ്മോളർ പിസ്റ്റൺ? അതായത് വാട്ട് ഈസ് ദ പ്രഷർ, P1 എത്രയാന്ന് കണ്ടുപിടിക്കും. ഈ കാർ ഉയർത്താൻ വേണ്ട P1 ഞാൻ കണ്ടുപിടിച്ചെന്ന് കാണട്ടെ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്?
വെയിറ്റ് എങ്ങനെയാണ് പിടിക്കുന്നത്? അതാ പറഞ്ഞ ചെയ്ത് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ഇപ്പൊ നമ്മൾക്കറിയാം P1 ഈക്വൽ ടു P2 എന്ന് എഴുതണം. ഓക്കെ, നോക്കിക്കണം. ഇങ്ങനെ എല്ലാ ചോദ്യത്തിനും ഒറ്റ മെത്തേഡേ ഉള്ളൂ. P1 എന്ന് പറഞ്ഞാൽ F1 ബൈ A1 അല്ലേ, ഈക്വൽ ടു F2 ബൈ A2. F2 എത്രയാണ്? F2 കണ്ടുപിടിക്കാം നമുക്കപ്പോ. F1 ബൈ A1 ഇൻറ്റു A2. വെയിറ്റും ഫോഴ്സും സെയിം അല്ലേ? ഇല്ലടോ, ഇവിടെ മാസാ തന്നിരിക്കുന്നത് അല്ലേ. അതെ. മാസ് ഇൻറ്റു ജി ചെയ്യണം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കണ്ടോ, നല്ല ഐഡിയ വേണം. അപ്പൊ F1 എത്രയാവും? സോറി, F2 ഈ വശത്തെ F2 എത്രയാവും? 30,000. മാസ് ഇൻറ്റു 300, 3000, 30,000 അല്ലേ, അത്രയും ന്യൂട്ടണായി. പിന്നെ ഡിവൈഡഡ് ബൈ 425 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് അതിനെ അറിയാം, A2 അറിയാം. അപ്പൊ F2 കിട്ടി. A2 എന്നാണ്? 425 സെന്റിമീറ്റർ. അപ്പൊ P1 P2 എന്ന് പറഞ്ഞാൽ P2 എന്ന് പറയുന്നത് F2 ബൈ A2. ഇത് സെന്റിമീറ്റർ, അതിന് മീറ്റർ ആണ്. അപ്പം 300, 3000, 30,000 ഡിവൈഡഡ് ബൈ 425 മീറ്റർ ആക്കുമ്പം 3 ഡെസിമൽ സ്ക്വയർ. 425 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ, അതിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ എത്ര ഡെസിമൽ മാറ്റണം? 4 എണ്ണം മാറ്റണം. മീറ്റർ ആക്കാൻ 3 എണ്ണം മാറ്റിയാൽ മതി. മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 0.0425. അതെത്ര വരും? ഇതിനെ 4 എണ്ണം വെട്ടിക്കഴിഞ്ഞാൽ 3/425. അതിനെ 10⁵ കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചു കഴിഞ്ഞാൽ ഏകദേശം 7 × 10⁵ പാസ്കൽ. ഈ ചോദ്യങ്ങൾ ചോദിക്കാലോ, പ്രോബ്ലം അല്ലേ? മനസ്സിലായോ? മനസ്സിലായത്? അതെ, മനസ്സിലായി. സിമ്പിൾ ആണ്, നല്ല ചോദ്യം. എഴുതിയിട്ട് ഈ വശത്തെ പിയും ഈ വശത്തെ പിയും സെയിം ആണെന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. P1 ഈക്വൽ ടു P2. അപ്പൊ നമുക്ക് വലിയ വശത്തെ എല്ലാം തന്നാൽ അവിടുത്തെ പി കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയാ P1 എന്ന് പറയാം. P2 ഈക്വൽ ടു P1 ആയതുകൊണ്ട് P1 ഇത് തന്നെ എഴുതാം, 7 × 10⁵ പാസ്കൽ എഴുതാം. നല്ല ചോദ്യം അല്ലേ? ടെർമിനൽ വെലോസിറ്റി പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ പരീക്ഷയ്ക്കുണ്ടോ ടെർമിനൽ വെലോസിറ്റി? ഇല്ലല്ലോ. എന്നാ ഇത്രയൊക്കെ ഉള്ളൂ. ബെർണോളിസ് തിയറത്തിന്റെ എന്താണ് ബെർണോളിസ് തിയറം എന്നറിയാവോ? എന്നാ ബെർണോളിസ് തിയറം? കുറെ കണ്ടീഷൻ ഉണ്ട് ബെർണോളിസ് തിയറം. ഏരിയ അല്ല, ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും. അതാണ് ബെർണോളിസ് തിയറം അല്ലേ? ഒന്ന് ആ ഫ്ലോ സ്ട്രീം ലൈൻ ആയിരിക്കും. സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. Then the summation of the pressure and kinetic energy per unit volume and the potential energy per unit volume is a constant. ഞാൻ എഴുതിയ pressure plus kinetic energy by unit volume plus potential energy by unit volume is a constant. P plus half mv square by v plus mgh
by V equal to constant. അല്ലേ? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് കൊടുത്താൽ ആയിക്കോളെ. ചെയ്തു നോക്കാം. അപ്പൊ പി പ്ലസ് ഒരു വി ക്യാൻസൽ ആയി പോലെ ഹാഫ് എം വി പ്ലസ് എം ബൈ വി എന്നാ O equal to M by V അല്ലേ? അപ്പം റോ ജി എച്ച് അതവിടെ വന്നു. ഇതിനെ റോയുടെ ടേമിലാക്കിയാൽ മതി. എമ്മിനെ നമുക്ക് റോ ഇൻറ്റു വി എന്ന് എഴുതാം അല്ലേ? അപ്പം അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് പി പ്ലസ് ഹാഫ് ഇൻറ്റു റോ വി ഇൻറ്റു വി പ്ലസ് റോ ജി എച്ച് കിട്ടിയില്ലേ? പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. വാവ്, വണ്ടർഫുൾ. അപ്പൊ ഇത്രയേ ഉള്ളത്. ഒന്ന് ക്ലാസ് മുഴുവൻ ഒന്നോടെ കൂടിയിട്ട് നോട്ടായി എഴുതി എടുത്തിട്ട് മൊത്തം സെക്ഷൻ ഒന്ന് വായിച്ചിട്ട് റെഡി ആയിട്ട് എക്സാം എഴുതി കേട്ടോ. ഇത്രയും മതി നമുക്ക്. ഓൾ ദ വെരി ബെസ്റ്റ്. സീ യു. ബൈ ബൈ. Thank you. Bye. അതുപോലെ